വിനോദമാണ് ഈ നരാധമന്മാർ ഈ കോട്ടയം മെഡിക്കൽ കോളേജിൽ കാഴ്ചവെച്ചത്. റാഗിംഗ് എന്നൊന്നുമല്ല ഇതിന് പറയാനുള്ളത്. ഏറ്റവും പൈശാചികമായ പ്രവൃത്തി ചെയ്ത ഇവിടുത്തെ SFIയുടെ നേഴ്സിംഗ് സംഘടനയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ രാഹുൽ എന്ന് പറയുന്ന ഒരു എണ്ണം കെട്ടവനാണ് ഈ കോട്ടയത്തിന് അപമാനമായി കോട്ടയം മെഡിക്കൽ കോളേജിലെ നേഴ്സിംഗ് കോളേജില് ഈ പൈശാചിക റാഗിംഗുമായി മുന്നോട്ട് വന്നത്. സ്നേഹിതരെ, 5 പിള്ളേർ കൂടി ഒരു പാവപ്പെട്ട സഹപാഠിയെ ജൂനിയറായ സഹപാഠിയെ മൃഗീയമായി പീഡിപ്പിച്ചുകൊണ്ട് നടത്തിയ ആ മൃഗീയ വിനോദം നമ്മൾക്കറിയാം. ആ മെഡിക്കൽ കോളേജ് ഇരിക്കുന്ന അവിടുത്തെ MLA ആയ ഈ കോട്ടയത്തിന്റെ സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് വിരാജിക്കുന്ന മഹാനായ ശ്രീ വാസവൻ എന്ന് പറയുന്ന അവിടുത്തെ MLA ഇതൊന്നും കണ്ടിട്ടും റോമാ നഗരം കത്തിയെരിഞ്ഞപ്പോൾ ഈണമെത്തിയ നീറോ ചക്രവർത്തിയെ പോലെ ഇതൊന്നും അറിയാതെ പിണറായി വിജയന്റെ മകൾ വീണയ്ക്കും റിയാസിനും പാദസേവ ചെയ്തുകൊണ്ട് അവരെ പുകഴ്ത്തിപ്പാടിക്കൊണ്ട് കേരളം മുഴുവൻ നടക്കുകയാണ്. ഇന്ന് കോട്ടയം ജില്ലയിൽ ഏറ്റവും അധികം മയക്കുമരുന്ന് വ്യാപാരം നടക്കുന്ന സ്ഥലം ഏറ്റുമാനൂർ നിയോജക മണ്ഡലമാണ്. കഞ്ചാവിന്റെയും MDMAയുടെയും ചരസിന്റെയും അതുപോലെയുള്ള ലഹരി പദാർത്ഥങ്ങളുടെ ഏറ്റവും വലിയ വിപണന കേന്ദ്രമായി ഇന്ന് ഏറ്റുമാനൂർ പട്ടണവും അതുപോലെ മെഡിക്കൽ കോളേജ് കേന്ദ്രീകരിച്ചിട്ടുള്ള സ്ഥലത്തും ഏറ്റവും അധികം ലഹരി വസ്തുക്കളുടെ വിൽപ്പനാനന്തര സേവനവും നടക്കുന്ന ഒരു സ്ഥലമായി മാറിയിരിക്കുകയാണ്. പോലീസിന് പോലും ഇവിടുത്തെ ലഹരി മാഫിയായ പേടിയാണ്. നിങ്ങൾക്കറിയാമല്ലോ, ഒരു ലഹരി കടിമയായ ഒരു ലഹരി കച്ചവടക്കാരനെ പിടിച്ചാൽ വിതിൻ സെക്കൻഡ്സിന് 10, 50, 60 ബൈക്കുകൾ അവിടേക്ക് പാഞ്ഞു വന്ന് ഒരു ബൈക്കിൽ രണ്ട് കഞ്ചാവ് പിള്ളേര് അല്ലെ MDMA പിള്ളേർ എന്ന കണക്കിന് അവിടെ വന്ന് എന്ത് അക്രമവും കാണിക്കുന്നത് കൊണ്ട് ഇവിടുത്തെ പോലീസിന് പോലും ഇവിടുത്തെ ലഹരി മാഫിയായ പേടിയായിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇന്ന് കോട്ടയം പട്ടണം മുന്നോട്ട് പോകുന്നത്. ഇന്ന് കോട്ടയത്ത് മാത്രമല്ല, പിണറായി വിജയൻ ഭരിക്കുന്ന കേരളത്തില് നിങ്ങൾക്കറിയാം, തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ലഹരി മാഫിയ വിരാജിക്കുകയാണ്. സ്നേഹിതരെ, നമുക്കറിയാവുന്നതുപോലെ ഇവർ ഇവിടെ ബാറുകൾ തുറന്നുകൊണ്ട് ഒരു വശം മദ്യ നിരോധനം പറഞ്ഞുകൊണ്ട് ഇപ്പോൾ 1000-ലധികം ബാറുകൾ തുറന്നുകൊണ്ട് കേരളത്തില് മദ്യപ്പുളി ഒഴുക്കിക്കൊണ്ട് ആ മദ്യത്തിന് വീര്യം പോലെങ്കിൽ അതിൽ കലക്കാൻ കഞ്ചാവും MDMA പോലെയുള്ള ലഹരി വസ്തുക്കൾ രഹസ്യമായി വിൽക്കുന്ന ഇവിടുത്തെ വിൽപ്പനക്കാർക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. നമുക്കറിയാം, കോട്ടയം ഈ വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഡ്രൈവർ അദ്ദേഹത്തെ ഏറ്റുമാനൂർ കാരിത്താസ് കവലയിൽ വെച്ച് വളരെ മൃഗീയമായി ഒരു ലഹരി മാഫിയക്കാരൻ ചവിട്ടിക്കുന്ന ഒരു സംഭവം നമ്മളെല്ലാവരും കണ്ടതാണ്. ഇതെല്ലാം നടക്കുന്നത് ഏറ്റുമാനൂർ നിയോജക മണ്ഡലം എന്ന് പറയുന്ന ക്യാച്ച്മെന്റ് ഏരിയയിലാണ് ഈ വൃത്തികേടുകളും കൊള്ളുകയും നടക്കുന്നത്. ഇതിനെതിരെ പ്രതികരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. മരുമകനും കോടികൾ സമ്പാദിക്കുവാൻ വേണ്ടി ഇവിടെയുള്ള സാമൂഹ്യ വിരുദ്ധന്മാരെ അയച്ചുവിട്ടുകൊണ്ട് ഈ രാജ്യത്ത് അരാജകത്വം സൃഷ്ടിച്ചുകൊണ്ട് ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ മുന്നോട്ട് പോവുകയാണ്.